السلام عليكم ورحمة الله. كيف حالكم وش أخباركم وعساكم طيبين. أحباء المشتركين والمشاهدين، مرحبا بكم إلى قناتي تعلم العربية مع فيزي. ഉറക്കം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉറക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഉറക്കത്തിൻ്റെ അറബി വാക്ക്. ഉറക്കത്തിന് നൗം എന്നാണ് പറയുക. അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ, നൗം എന്നുള്ളത്. അതുപോലെ തന്നെ ഉറങ്ങുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അതിനെ നായിം എന്നാണ് പറയുക. നായിം. ഓക്കെ, ഹുവനായിം എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അനനായിം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നൗം, നായിം. ഇനി ഉറങ്ങി എന്ന് എങ്ങനെയാണ് പറയുക? ഉറങ്ങി എന്നതിൻ്റെ അതിൻ്റെ ബേസ് ഫോം നാമ എന്നാണ്. നാമ. ഓക്കെ, ആ നാമ എന്നുള്ളത് നാം എന്നാണ് സംസാരത്തിൽ വരുമ്പോൾ പറയാം. നാം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങി എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. നാം എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങി. ഓക്കെ, ഇനി നമുക്കതിൽ മനസ്സിലാക്കേണ്ട വാക്ക് എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങി, ഞാൻ ഉറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്കറിയാലോ, ഒറ്റ വാക്ക് തന്നെയാണ് അതിന് ഉപയോഗിക്കാം. നിംത് എന്നാണ്. നിംത് എന്ന് പറഞ്ഞാൽ അന നിംത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി എന്നായി. ഇൻത് നിംത് എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങി എന്നായി. ഇനി ഒരു പെണ്ണിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീലിംഗ രൂപത്തിലാണ് പറയുന്നത് എങ്കിൽ ഇൻത് നിംതി എന്ന് പറഞ്ഞാൽ പെണ്ണ് ഉറങ്ങി എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക. ഇനി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി എന്നുള്ളതിന് എന്താണ്? നിംന എന്നാണ് പറയാം. നിംന എന്നാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. ഇപ്പോൾ അവർ ഉറങ്ങി എന്നുള്ളതിന് എന്താണ് പറയുക? അവർ എന്നുള്ളത് ആണായാലും പെണ്ണായാലും നമുക്ക് നാമു എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? നാമു എന്നാണ്. ശരി, ഇനി നിങ്ങൾ ഉറങ്ങി, നിങ്ങൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നിങ്ങൾ ഉറങ്ങി എന്നുള്ളതിന് നിംതും എന്നാണ് പറയാം. എന്താണ്? നിംതും. ഓക്കെ, ശരി. ഇനി അതിൻ്റെ പ്രസന്റ് ടെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നു എന്നാണല്ലോ നമുക്ക് വേണ്ടത്. അതിന് ഇനാം എന്നാണ് പറയാം. ഈനാം എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുന്നു എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഞാൻ ഉറങ്ങുന്നു എന്നെങ്ങനെ പറയും? അനാം എന്നാണ് പറയാം. അനാം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നു എന്നായി. ഇനി നീ ഉറങ്ങുന്നു എന്നുള്ളതിന് എന്താണ്? തനാം എന്നാണ് പറയാം. തനാം. ഇനി നീ ഒരു പെണ്ണാണ് എന്നുണ്ടെങ്കിൽ തനാമീൻ എന്നാണ് പറയാം. തനാമീൻ. ഓക്കെ, യെസ്. ഇനി അവർ ഉറങ്ങുന്നു എന്നുള്ള എങ്ങനെ പറയാം? അവർ ഉറങ്ങുന്നു എന്നുള്ളതിന് യനാമു എന്നാണ് പറയാം. എന്താണ്? യനാമു. ഓക്കെ, ഇനി നിങ്ങൾ ഉറങ്ങുന്നു എന്നുള്ളതിനോ തനാമു എന്ന് പറയും. എന്താണ്? തനാമു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മറ്റൊന്നുണ്ട്, നീ ഉറങ്ങ് എന്നുള്ളതിന്. ഓക്കെ, നീ ഉറങ്ങ് എന്നുള്ളതിന് നിം എന്നാണ് ശരിക്ക് പറയാ. നം എന്നും പറയുന്നുണ്ട്. അപ്പം നം അല്ലെങ്കിൽ നിം, ഈ രണ്ട് രൂപത്തിലും പറയാമെന്ന് പറഞ്ഞാൽ നീ ഉറങ്ങ് എന്നാണ് അതിന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ബേസിക് രൂപം നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഉറങ്ങും. അപ്പം ഞാൻ ഉറങ്ങും എന്നാണ് പറയുക. ശരിക്കും അത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മളതൊരു പ്രസൻറ്റ്, നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്നാണ് പറയാം. ആ സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പം ഞാൻ ഉറങ്ങുന്നു എന്ന ആ ഒരു ക്രിയയാണ് നമ്മളിവിടെ എടുക്കുക. അപ്പോൾ ഞാൻ ഉറങ്ങുന്നു എന്നുള്ളതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അനാം എന്നാണ്. അനാം. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നു എങ്ങനെ പറയും? അനാം ഖില്ല യൗം. അനാം ഖില്ല യൗം. എപ്പോഴാണ് ഉറങ്ങുക? 10 മണിക്ക്. സാ അഷ്റ. അപ്പോൾ അനാം ഖില്ല യൗം സാ അഷ്റ. ഓക്കെ, 10 മണിക്ക് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങും. ഓക്കെ, ഇനി ഒരു 10 PM എന്ന് പറയുന്നുണ്ടെങ്കിൽ, രാത്രി എന്നർത്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു ബില്ലയിൽ കൂടി അവർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അനാം ഖില്ല യൗം സാ അഷ്റ ബില്ലൈൽ. അനാം ഖില്ല യൗം സാ അഷ്റ ബില്ലൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും 10 മണിക്ക് രാത്രി കിടന്നുറങ്ങും എന്നാണ്. ഞാൻ എല്ലാ ദിവസവും 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും 6 മണിക്കൂർ തുടർച്ചയായി ഞാൻ ഉറങ്ങുന്നുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. ഓക്കെ, അപ്പം ഞാൻ ഉറങ്ങുന്നു എന്നുള്ളതിന് എന്താ വാക്ക്? അനാം എന്നാണ്. എല്ലാ ദിവസവും എന്നുള്ളതിനോ ഖില്ല യൗം എന്നാണ്. അപ്പം അനാം ഖില്ല യൗം 6 മണിക്കൂർ എന്നാണ്.
ഓക്കെ, 6 മണിക്കൂർ. ഇപ്പോൾ 6 മണി എന്നുള്ളതും 6 മണിക്കൂർ എന്നുള്ളതും രണ്ടും വ്യത്യാസമാണല്ലോ. ഓക്കെ, അപ്പോൾ 6 മണി എന്ന് പറയാൻ എന്താണ്? സാ സിത്ത എന്നാ പറയാം. ആദ്യം സാ പറയും, പിന്നെ സിത്ത പറയും. അപ്പോൾ 6 മണി എന്നാണ്. ഓക്കെ, ഇനി 6 മണിക്കൂർ എന്നുള്ളതിന് ആദ്യം സിത്തയാണ് പറയുക. സിത്ത സാഅത്ത് എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ എന്നായി. ഓക്കെ, അപ്പോൾ അനാം കില്ലയവും സിത്ത സാഅത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും 6 മണിക്കൂർ ഉറങ്ങും എന്നായി. ഓക്കെ, ഇനി അനാം കില്ലയവും സാ സിത്ത എന്ന് പറഞ്ഞാൽ എന്തായി? ഞാൻ 6 മണിക്ക് എല്ലാ ദിവസവും ഉറങ്ങും എന്നായി. ആ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ 6 മണിക്കൂർ കിടന്നുറങ്ങും എന്ന് എങ്ങനെ പറയാം? അനാം കില്ലയവും സിത്ത സാഅത്ത്, 6 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട് എന്നായി. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. എങ്ങനെയാണത് പറയാം? ഇവിടെ ഞാൻ പോവുകയാണ് എന്നതിനെ ഇവർ അറബിയിൽ സംസാര ഭാഷയിൽ അവർ ഫ്യൂച്ചർ ടെൻസിലെ വാക്കാണ് ഉപയോഗിക്കുക. ഞാൻ പോവുകയാണ് എന്നുള്ളതിന് അവർ ഫ്യൂച്ചർ ടെൻസിലെ വാക്ക്. അപ്പോൾ ഞാൻ പോയി എന്നുള്ള വാക്ക് നമുക്കറിയാലോ, അതിന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പല വീഡിയോകളിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകും എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ബറൂഹ് എന്നാണ്. ബറൂഹ്. ഓക്കെ, ബറൂഹ്. ഇനി ഞാൻ ഉറങ്ങുന്നു എന്ന വാക്കാണ് അടുത്ത് വേണ്ടത്. എന്താണ്? ഞാൻ ഉറങ്ങുന്നു എന്നുള്ളതിന് അനാം എന്നാണ്. അപ്പം ഞാൻ ഉറങ്ങുവാൻ പോകുന്നു എന്നൊരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രസന്റ് ടെൻസിലെ അനാം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ഉറങ്ങുന്നു എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ്? ബറൂഹ് അനാം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം. എങ്ങനെ? ബറൂഹ് അനാം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ശരി, ഇനി നീ എപ്പോഴാണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു സ്ലീപ്പ്? നീ എപ്പോഴാണ് uറങ്ങാൻ പോകുന്നത് എന്നെങ്ങനെയാണ് ചോദിക്കാം? അപ്പോൾ അതൊരു ചോദ്യമായല്ലോ. അപ്പോൾ എപ്പോൾ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? മെത എന്നാണ്. മെത. നീ എപ്പോഴാണ് പോകുന്നത് എന്നുള്ളതിന് ബിത്റൂഹ് എന്ന വാക്ക്. ഓക്കെ, ബിത്റൂഹ്. ശരിക്കും ബിത്റൂഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നീ പോകും എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവർ സംസാര ഭാഷയിൽ ആ പോകുന്നത്, നീ എപ്പോഴാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കാൻ ആ ഒരു ഫ്യൂച്ചർ ടെൻസിലെ ക്രിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മെത ബിത്റൂഹ്. ഇനി നീ ഉറങ്ങുന്നു എന്ന വാക്കാണ് ഇവിടെ നീ ഉറങ്ങുവാൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അതായതാണ് തനാം എന്നാണ്. തനാം. അപ്പം മെത ബിത്റൂഹ് തനാം. മെത ബിത്റൂഹ് തനാം എന്ന് പറഞ്ഞാൽ നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു സ്ലീപ്പ്? മെത ബിത്റൂഹ് തനാം. അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കാണാൻ പോകാം, അല്ലെങ്കിൽ അവർ ഉറങ്ങിയാൽ നമുക്ക് സിനിമയ്ക്ക് പോകാം. ഓക്കെ, രണ്ട് ആശയവും ശരിയാണ്. അപ്പോൾ എങ്ങനെയാണത് പറയാം? ശരി, അപ്പോൾ അവർ ഉറങ്ങി എന്നുള്ളതിൻ്റെ വാക്ക് നമുക്കറിയാലോ, എന്താണ്? നാമു എന്നാണ് പറയാം. ഓക്കെ, ഇനി അവർ ഉറങ്ങിയാൽ അല്ലെങ്കിൽ അവർ ഉറങ്ങിയതിന് ശേഷം നമുക്ക് പോകാം എന്ന ആശയത്തിൽ നമുക്ക് എന്തായി? നാമു എന്നതിന് മുമ്പിൽ ഒരു ഇതാ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാ നാമു, ഇതാ നാമു. ഓക്കെ, നമുക്കത് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് സിനിമ കാണാൻ പോകാം എന്നാണ്. നമ്മൾ അങ്ങനെ തന്നെയുള്ളൂ സംസാരം. നമുക്ക് സിനിമ കാണാൻ പോകാം എന്നുള്ളതിന്. ഓക്കെ, അപ്പം നമുക്ക് പോകാം എന്നുള്ളതിന് നമ്മൾ പോയി എന്നുള്ളതിന് എന്താണ്? റുഹ്ന എന്നാണ് പറയാം. റുഹ്ന. ഓക്കെ, ഇനി നമ്മൾ പോകുന്നു എന്നുള്ളതിന് നറൂഹ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. നറൂഹ്. നമുക്ക് പോകാം എന്നുള്ളതിന് രണ്ട് രൂപത്തിൽ പറയാം. എന്ത്? നറൂഹ് എന്ന് പറയാം. എന്ത്? നമുക്ക് പോകാം എന്നുള്ള അർത്ഥത്തിൽ. ഇല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലെ വാക്കും ഉപയോഗിക്കാം. ബിൻ റൂഹ് എന്ന രൂപത്തിൽ. ബിൻ റൂഹ്. ബിൻ റൂഹ് എന്ന് പറയാം, അല്ലെങ്കിൽ നറൂഹ്. നമുക്ക് പോകാം എന്ന അർത്ഥത്തിൽ. രണ്ട് രൂപത്തിലും പറയാം, രണ്ട് ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ ക്രിയ എടുക്കാം. ബിൻ റൂഹ്. ബിൻ റൂഹ്. നമുക്ക് പോകാം. എന്തിനാണ്? നഷൂഫ് അൽ ഫിലിം. നഷൂഫ് അൽ ഫിലിം. സിനിമ കാണാൻ എന്നർത്ഥത്തിൽ. ഓക്കെ, ഇപ്പോൾ ഫിലിം എന്ന് പറയാം, അല്ലെങ്കിൽ സിനിമ എന്ന വാക്കും രണ്ടും അറബിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഫിലിം എടുക്കാം. അപ്പോൾ നഷൂഫ് അൽ ഫീലിം എന്ന് പറയാം. അൽ ഫിലിം എന്നുള്ളത് അറബിയിൽ വരുമ്പോൾ അൽ ഫീലിം എന്നാണ് പറയാം. നഷൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ എന്നർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ബിൻ റൂഹ് നഷൂഫ് അൽ ഫീലിം. ബിൻ റൂഹ് നഷൂഫ് അൽ ഫീലിം, അല്ലെങ്കിൽ നറൂഹ് നഷൂഫ് അൽ ഫീലിം എന്നും നമുക്ക് പറയാം. ഇപ്പോൾ ഇദാ നാമു, അവർ ഉറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സിനിമയ്ക്ക് പോകാം. അപ്പം എങ്ങനെ പറയാം? ബിൻ റൂഹ് നഷൂഫ് അൽ ഫീലിം ഇദാ നാമു. ബിൻ റൂഹ് നഷൂഫ് അൽ ഫീലിം ഇദാ നാമു. അവർ ഉറങ്ങിയാൽ എന്ത് ചെയ്യാം? നമുക്ക് സിനിമയ്ക്ക് പോകാം. ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു, അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി എണീച്ചു, അല്ലെങ്കിൽ പേടിച്ച് ഞാൻ എണീച്ചു ഉറക്കത്തിൽ. അതിനുശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഉറക്കത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് എന്തെങ്കിലും സ്വപ്നം കണ്ട് എണീക്കുക, അങ്ങനെ പേടിച്ച് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുക എന്നുള്ളത്. അതിനുശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഉറക്കം ചിലപ്പോൾ കിട്ടാറില്ല അല്ലേ, കുറേ നേരത്തേക്ക്. ശരി, അപ്പോൾ ഇന്നലെ ഞാൻ പേടിച്ച് എണീച്ചു, ഞെട്ടി എണീച്ചു എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക?
ഓക്കെ, അതിന് 3 വാക്കുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഒന്നാമത്തേത് ഇപ്പോൾ പേടിച്ച് അല്ലെങ്കിൽ ഞെട്ടി എണീച്ചു എന്നൊക്കെ പറയാൻ എന്താണ് ഖായിഫ് എന്ന് പറയാം. ഖായിഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഖാഫ എന്ന് പറഞ്ഞാൽ പേടിച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ ഖായിഫ് എന്ന് പറഞ്ഞാൽ പേടിച്ച് എന്ന അർത്ഥത്തിലാണ്. ഒരു പേടിയോടുകൂടി എണീച്ചു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഖായിഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി മറ്റൊന്ന് മഫ്ജൂ എന്ന് പറയാം. മഫ്ജൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എണീക്കുക ഇതിലാണ് മഫ്ജൂ, പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, മഫ്ജൂ ഇപ്പോൾ ഫുജ് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫുജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഡൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ന അർത്ഥത്തിലൊക്കെ പറയുന്നതാണ് ഫുജ്. അപ്പം അതിൻ്റെ വേറൊരു വേർഷനാണ് മഫ്ജൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ. ഇനി മറ്റൊന്ന് ഞാനിങ്ങനെ പേടിച്ച് വിറച്ചങ്ങടെ എണീച്ചു എന്ന് പറയില്ലേ, അതിന് മർഊബ് എന്നാ പറയാം. ഇതാണ് മർഊബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പേടിച്ച് പിന്നെ ഞെട്ടി എണീച്ചു, പേടിച്ച് വിറച്ച് എണീച്ചു എന്ന രൂപത്തിലേക്ക് ഉപയോഗിക്കാം. അപ്പം ഈ 3 രൂപത്തിലും പറയാം. ഓക്കെ, ശരി. ഇനി ഞാൻ പിന്നെ ഉറക്കത്തിൽ എണീച്ചു എന്നുള്ളതിന് പിന്നെ ഒറ്റ വാക്കിൽ പറയാന്നുണ്ടെങ്കിൽ സ്വഹീത്ത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സ്വഹീത്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം ഉണർന്നു എന്നുള്ള, ഞാൻ ഉറക്കം ഉണർന്നു എന്നുള്ളതിനാണ് സ്വഹീത്ത് എന്ന് പറയാം. പക്ഷേ ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായത് അവർ ഈ വാക്കല്ല ഉപയോഗിക്കുക, പിന്നെ കാമ എന്നാണ് അവർ പറയുക. കാമ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു എന്നുള്ളതിനാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറയാൻ കാമ മിനൻ നൗം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നാണ്. അവൻ എഴുന്നേറ്റു എന്നാണ് കാമ എന്ന് പറഞ്ഞാൽ. ഞാൻ എഴുന്നേറ്റു എന്ന് പറയാൻ ഖുംത് മിനൻ നൗം എന്നാണ്. ഖുംത് ആ ഖാഫാണ്, അപ്പം അത് ഗ എന്ന ശബ്ദത്തിലാണ് പറയുക. അപ്പം ഗുംത് മിനൻ നൗം എന്ന് പറഞ്ഞാൽ എന്തായി, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നാണ്. അപ്പം ഗുംത് മിനൻ നൗം ഖായിഫൻ, ഞാൻ ഉറക്കത്തിൽ നിന്ന് പേടിച്ചെഴുന്നേറ്റു എന്നായി. ഗുംത് മിനൻ നൗം ഖായിഫൻ, ഞാൻ ഉറക്കത്തിൽ നിന്ന് പേടിച്ച് എഴുന്നേറ്റു. അല്ലെങ്കിൽ ഗുംത് മിനൻ നൗം മഫ്ജൂ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇനിയോ ഞാനൊന്ന് വിറച്ചെഴുന്നേറ്റു എന്നൊക്കെ പറയാൻ എന്താണ്, ഗുംത് മിനൻ നൗം മർഊബ് എന്നാണ്. ഗുംത് മിനൻ നൗം മർഊബ്, ഞാനൊരു വിറയലോട് കൂടി ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അതിനുശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നാണ്. അപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയാൻ, എനിക്ക് കഴിഞ്ഞില്ല, പറ്റിയില്ല എന്ന് പറയാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തു, ആ കഴിഞ്ഞില്ല എന്നൊക്കെ എങ്ങനെ പറയാമെന്നുള്ളതിന്. ഓക്കെ, അപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയും, മഗിദർത്ത് എന്നാണ്. മഗിദർത്ത് അനാം ബഅദൈൻ, അതിനുശേഷം പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മഗിദർത്ത് അനാം ബഅദൈൻ, അതിനുശേഷം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. ഓക്കെ, മഗിദർത്ത് അനാം ബഅദൈൻ, എനിക്ക് അതിനുശേഷം ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇനി അതിനുശേഷം ഞാൻ ഉറങ്ങിയില്ല എന്നെങ്ങനെ പറയാം, മാ നിംത് ബഅദൈൻ എന്ന് പറഞ്ഞാൽ മതി. മാ നിംത് ബഅദൈൻ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തില്ല, ഉറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ക്ലിയറായി.